ക്രിസ്ത്യൻസും മുസ്ലിംസും പരസ്പരം പോരാടിയ, പരസ്പരം കൊന്നു തള്ളിയ ഭീകരമായ ഒരു യുദ്ധം. അതാണ് കുരിശുയുദ്ധം. കുരിശുയുദ്ധം ശരിക്കും ഒരൊറ്റ യുദ്ധമല്ല, അനേകം യുദ്ധങ്ങളാണ്. ഏതാണ്ട് 200 വർഷക്കാലം നീണ്ടുനിന്ന അനേക യുദ്ധങ്ങൾ. അതിൽ മരണമടഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളാണ്. പട്ടാളക്കാർ മാത്രമല്ല, സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുള്ള ഭീകരമായിട്ടുള്ള ആ യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1095 മുതൽ 1291 വരെയാണ് കുരിശ് യുദ്ധങ്ങൾ നീണ്ടു നിന്നത്. വെറും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി. ഭൂമിയുടെ മൊത്തം വലിപ്പം എടുക്കുകയാണെങ്കിൽ ഈ ചെറിയ തുണ്ട് ഭൂമി അത് തീർത്തും നിസ്സാരമാണ്. വലിപ്പത്തിൽ മാത്രമാണ് ആ ചെറിയ തുണ്ട് ഭൂമി നിസ്സാരമാകുന്നത്. പക്ഷേ ഈ രണ്ട് മതങ്ങൾക്കും, മൂന്നാമത് മറ്റൊരു മതം കൂടിയുണ്ട്, ആ മതം ഈ യുദ്ധത്തിൽ വരുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ട് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളികളായിട്ടുള്ള ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒരുപോലെ തന്നെ അമൂല്യമായിട്ടുള്ള ഒരു ഹോളി ലാൻഡ് ജെറുസലേം, ആ ജെറുസലേമിന് വേണ്ടി നടത്തിയിട്ടുള്ള യുദ്ധമാണ്. ഇതെങ്ങനെയാണ് തുടങ്ങിയത്? അതിൻ്റെ തുടക്കം വളരെ വിചിത്രമാണ്. അതിൻ്റെ ഒടുക്കം ശരിക്കും കുറച്ച് തമാശ കൂടി കലർന്നതാണ്. തമാശ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി അത്ര കറക്റ്റല്ല, കാരണം ആ യുദ്ധങ്ങളിലൂടെ ഒരുപാട് പേർ മരിച്ചു. പക്ഷേ അതിൻ്റെ അവസാന ഭാഗം കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചിരി വരും. നമുക്ക് 1095 പോകാം. ആ കാലഘട്ടത്തിലെ ബൈസൻ്റൈൻ സാമ്രാജ്യത്തിലേക്ക് പോകാം. അതിൻ്റെ തലസ്ഥാന നഗരിയാണ് വളരെ പ്രശസ്തിയാർന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ. ഈ ബൈസൻ്റൈൻ ശരിക്കും എങ്ങനെയാണ് ബൈസൻ്റൈനായി മാറിയത്? അതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. പേടിക്കേണ്ട, ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അത് ശരിക്കും ഒരു 15 എപ്പിസോഡുള്ള ഒരു വലിയ സീരീസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, റോമൻ ചരിത്രം. ശരിക്കും റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ബൈസൻ്റൈൻ. റോമൻ സാമ്രാജ്യം ലോകത്തിൻ്റെ ഒരു വലിയ ശതമാനം ഭൂഭാഗം ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമാണ്. എന്നാൽ പിന്നീട് വർഷങ്ങൾ കടന്നു പോയപ്പോൾ അത് 2 സാമ്രാജ്യങ്ങളായി വേർപിരിഞ്ഞു. ഒന്ന് കിഴക്ക് വരുന്ന സാമ്രാജ്യം, അതാണ് ബൈസൻ്റൈൻ. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തും റോമൻ സാമ്രാജ്യം നിലനിന്നു. ഈ കിഴക്ക് ഭാഗത്ത് നിന്ന ബൈസൻ്റൈനിലാണ് കുരിശുയുദ്ധത്തിൻ്റെ തുടക്കം. 1095 ആ പ്രദേശം അത് തീർത്തും ദുർബലമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. പേര് കേൾക്കുമ്പോൾ വളരെ പവർഫുള്ളാണെന്നൊക്കെ തോന്നിക്കുമെങ്കിലും സൈനികപരമായിട്ട് തീർത്തും ദുർബലമാണ്. അവർക്കിടയിൽ തന്നെ അല്ലറ ചില്ലറ വഴക്കുകളും അടിയുമൊക്കെ നടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ബൈസൻ്റൈൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് അലക്സിയോസ് ഫസ്റ്റ് കൊമനനോസ് ആണ്. അദ്ദേഹം ഇപ്പോൾ നന്നായി ഭയക്കുന്നുണ്ട്, വളരെ നെർവസ് ആണ്. കാരണം മുസ്ലിംസ് അദ്ദേഹത്തിൻ്റെ അതിർത്തിയുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. മുസ്ലിംസ് കൂടുതൽ ഭൂഭാഗങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ബൈസൻ്റൈനിൽ അവരെത്താം. മുസ്ലിം സാമ്രാജ്യം അതിശക്തമാണ്. അവർക്ക് വളരെ അനായാസമായി ബൈസൻ്റൈൻ സാമ്രാജ്യത്തെ സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഈ പ്രദേശം വിട്ടുകൊടുക്കാൻ അലക്സിയോസ് തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം കിഴക്കൻ യൂറോപ്പിലേക്ക് ഒരു സന്ദേശം അയച്ചു. റോമിലെ പോപ്പ് അർബൻ 2 സന്ദേശം കിട്ടുന്നത്. സന്ദേശം അത് ശരിക്കും കരഞ്ഞുകൊണ്ടുള്ളൊരു അഭ്യർത്ഥനയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ബൈസൻ്റൈൻ അവർ സ്വന്തമാക്കും. അത് അനുവദിച്ചുകൂടാ. താങ്കളുടെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. പോപ്പ് അർബൻ 2 പക്കൽ നല്ലൊരു തന്ത്രമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഒരുപാട് ആളുകളുണ്ട്, ക്രിസ്ത്യൻസാണ്. ആ ക്രിസ്ത്യൻസ് പരസ്പരം പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ, ആഭ്യന്തര ലഹളകൾ നടക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് ഈ സന്ദേശം പോപ്പ് അർബൻ 2 കിട്ടുന്നത്. അദ്ദേഹം ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രശസ്തമെന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, കുപ്രശസ്തമെന്ന് നമുക്ക് പറയാം, ഒരു സ്പീച്ച് നടത്തി. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള സ്പീച്ചുകൾ ഒന്നായിരുന്നു അത്. ഒരുപാട് ആളുകൾ അവിടെ തിങ്ങിക്കൂടി. അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾ പരസ്പരം അടിയിടുന്നത് എന്തിനാണ്? നിങ്ങൾ കൊല്ലുന്നത് നിങ്ങളുടെ തന്നെ സഹോദരന്മാരെയല്ലേ? നിങ്ങൾ കൊല്ലുന്നത് ക്രിസ്ത്യാനികളെ തന്നെയാണ്. ക്രിസ്ത്യാനികളെ കൊന്ന് നിങ്ങൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് നരകമാണ്. നരകത്തിൽ പോകണ്ടായെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ, നിങ്ങൾ ഇത്രയും കാലം ചെയ്തു കൂട്ടിയിരുന്ന അപരാധങ്ങളൊക്കെ പുറത്തു കിട്ടണമെങ്കിൽ
ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. നിങ്ങളെല്ലാവരും തയ്യാറാകണം. നിങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളുമായി നേരെ നിങ്ങൾ ജെറുസലേമിലേക്ക് പോകണം, നമ്മുടെ ഹോളി ലാൻഡിലേക്ക് പോകണം. അവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിംസാണ്. അത് അനുവദിച്ചുകൂടാ. അത് നമ്മുടെ പ്രദേശമാണ്, നമുക്ക് അവകാശപ്പെട്ട പ്രദേശമാണ്. അവിടേക്ക് പോവുക, ആ പ്രദേശം കീഴടക്കുക, ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന, ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു തരാം. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സകലമാന ആളുകളും, സകലമാന ക്രൈസ്തവ മത വിശ്വാസികളും നരകത്തിലേക്കായിരിക്കില്ല, സ്വർഗത്തിലേക്കായിരിക്കും പോവുക. നിങ്ങളുടെ പാപങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെടും. ഇത് ശരിക്കും വലിയൊരു ഇമ്പാക്റ്റാണ് അന്ന് റോമിനുണ്ടാക്കിയത്. റോമിനെ മാത്രമല്ല ഇത് സ്വാധീനിച്ചത്, യൂറോപ്പിലുണ്ടായിരുന്ന സകലമാന ക്രിസ്ത്യാനികളും ഒന്നിച്ചു. അവർ വാളെടുത്തു, പരിചയേന്തി, കുരിശിൻ്റെ പടമുള്ള പരിച. അവർ ധരിക്കുന്ന വസ്ത്രത്തിലും കുരിശിൻ്റെ ചിത്രമുണ്ട്. അതെല്ലാം ധരിച്ചുകൊണ്ട് ഒരൊറ്റ ആർമിയായി അവർ നേരെ ജെറുസലേമിലേക്ക് വെച്ചുപിടിച്ചു. ജെറുസലേമിൽ പോയി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ആയിരക്കണക്കിന് മൈൽ യാത്ര ചെയ്യണം. ആയിരക്കണക്കിന് മൈലും അവർ യാത്ര ചെയ്യുന്നത് കാൽനടയായിട്ടാണ്. 1096 യാത്ര പുറപ്പെടുന്നത്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, കഠിനമായിട്ടുള്ള ശൈത്യകാലം, അതിനു പുറമെ കാഠിന്യമേറിയിട്ടുള്ള ചൂടുള്ള വേനൽക്കാലം, മരുഭൂപ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ അവരിൽ പലരും കൊഴിഞ്ഞുപോയി. അവർ പിന്തിരിഞ്ഞോടിപ്പോയെന്നല്ല, അവരെല്ലാം പട്ടിണി കിടന്ന് മരിച്ചു. പക്ഷേ എല്ലാവരും മരിച്ചില്ല. എല്ലാവരും സ്വർഗമെന്ന ഒരൊറ്റ ലക്ഷ്യവുമായി നേരെ ജെറുസലേമിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് 3 വർഷങ്ങൾ കഴിഞ്ഞ് 1999 അവർ ജെറുസലേമിലെ ആ വലിയ മതിൽക്കെട്ടിൻ്റെ തൊട്ട് മുൻപിൽ എത്തിച്ചേർന്നു. അതിഭീകരമായ വലിപ്പമുള്ള മതിൽ. ആ മതിലിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു പട്ടണം ജെറുസലേം. ജെറുസലേം സുരക്ഷിതമാണ്. പക്ഷേ ആ സുരക്ഷിതമായിട്ടുള്ള ജെറുസലേമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. എങ്ങനെയാണ് കടന്നു ചെല്ലാൻ സാധിക്കുന്നത്? അതിന് മാർഗങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾ തല പുകഞ്ഞാലോചിച്ചു. അവർക്ക് 1-2 മാർഗങ്ങൾ കിട്ടി. അതിലെ ഒന്ന് അവർ ഉറപ്പിച്ചു, ഇങ്ങനെ തന്നെ ചെയ്യാം. ആ മതിലിന് ചുറ്റുമായി മരങ്ങൾ കൊണ്ട് വലിയ വലിയ ടവറുകൾ ഉണ്ടാക്കി ആ ടവറിൽ നിന്ന് നേരെ മതിലിലേക്ക് ചാടുക. അങ്ങനെ കിട്ടാവുന്നിടത്തോളം മരങ്ങളൊക്കെ മുറിച്ച് അവർ ആ മരങ്ങൾ ഉപയോഗിച്ച് വലിയ വലിയ ടവറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒടുവിൽ ആ ടവറിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഓരോരുത്തരായി ആ മതിലിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കടന്നു. പിന്നീട് നടന്നത് നമുക്ക് പറയാൻ പോലും ഭയം തോന്നുന്ന, ലജ്ജ തോന്നുന്ന ക്രൂരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ്. ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ മുസ്ലിംസ് മാത്രമായിരുന്നില്ല, അവരോടൊപ്പം ജൂതന്മാരും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സകലമാന ജൂതന്മാരെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനികൾ വെട്ടിക്കൊന്നു. കുറേ പേരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറച്ച് പേരൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ക്രിസ്ത്യാനികൾ അവരെ അവിടെ നിന്ന് തുരത്തി. ജെറുസലേം പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ ആ കാലഘട്ടത്തിൽ ക്രൂസൈഡേഴ്സിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചു. യുദ്ധമൊക്കെ വിജയിച്ചു. പക്ഷേ ഇനി എന്താണ് അടുത്ത നടപടി? യുദ്ധം വിജയിച്ചിട്ട് കയ്യും കഴുകി നേരെ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല. യൂറോപ്പിലാണ് അവരുടെ കുടുംബവും വീടുമൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുള്ള മുസ്ലിംസും ജൂതന്മാരും വീണ്ടും വരും, വീണ്ടും അവരിവിടെ താമസിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിനൊരു പ്രസക്തിയും ഇല്ലാതെയാകും. ഇവിടെ യുദ്ധം ചെയ്ത് വിജയിച്ച ആളുകൾ ഇവിടെ തന്നെ ഇനി താമസിക്കണം. ഇവിടെ താമസിക്കാൻ ഇനി വേറെ ആൾക്കാരൊന്നും വരില്ല. അങ്ങനെ അവിടെ പുതിയ സെറ്റിൽമെൻറ്റ് ആരംഭിച്ചു. ആ സെറ്റിൽമെൻറ്റ് ശരിക്കും 4 കിങ്ഡമായിട്ടാണ് ആരംഭിക്കുന്നത്. അതായത് ജെറുസലേം എന്ന ആ ചെറിയ പട്ടണം തന്നെ 4 ചെറു കിങ്ഡംസ് ആയിട്ട് മാറി. ഓരോ കിങ്ഡവും ഭരിക്കുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ്, അവിടെ താമസിക്കുന്നതും ക്രിസ്ത്യാനികൾ തന്നെ. മുസ്ലിംസ് എപ്പോൾ വേണമെങ്കിലും പ്രതികാരം വീട്ടുമെന്ന് ക്രിസ്ത്യൻസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള 4 വ്യത്യസ്തമായിട്ടുള്ള കിങ്ഡത്തിൻ്റെ ചുറ്റിനുമായി വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് അവർ കാസിലുകൾ നിർമ്മിച്ചു. ആ കാസിലുകൾ തകർത്ത് അകത്ത് കടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. കുറേയധികം വർഷം കഴിഞ്ഞു. 50 വർഷം. 50 വർഷം എന്ന് പറയുമ്പോൾ ഒരു 1-2 തലമുറകൾ കഴിഞ്ഞിട്ടുണ്ട്. പഴയ തലമുറയിലുള്ള എല്ലാവരും മരിച്ചു പോയെന്നല്ല, പക്ഷേ 3ാമത്തെ തലമുറയിലുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു അട്ടിമറി ഉണ്ടായി. മുസ്ലിംസ്
അവരുടെയും ഒരുപാട് തലമുറകൾ കഴിഞ്ഞു. അന്നത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇപ്പോഴുള്ളത്. അവർ പ്രതികാരത്തിനായി ഒന്നു ചേർന്നു. 4 ക്യാസലുകളും ഒരുമിച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ക്യാസിൽ പൂർണ്ണമായി നശിപ്പിക്കാം. അത് നടക്കുക തന്നെ ചെയ്തു. ശരിക്കും ഇത് വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു അങ്ങ് യൂറോപ്പിൽ. കാരണം മുസ്ലിംസിനെ നാണം കെടുത്തി പരാജയപ്പെടുത്തി ജെറുസലേം സ്വന്തമാക്കിയതാണ്. ആ മുസ്ലിംസ് തീർത്തും ദുർബലരാണെന്നൊക്കെയാണ് ക്രിസ്ത്യൻസ് കരുതിയിരുന്നത്. പക്ഷേ ഒരു വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. യൂറോപ്പ് മേഖലയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കൊക്കെ നല്ല ദേഷ്യമുണ്ടായി. കഴിഞ്ഞ തവണ പോയത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇത്തവണ രാജാക്കന്മാർ ഇടപെട്ടു. ഇതങ്ങനെ നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. ആ ക്യാസിൽ നമുക്ക് തിരിച്ചു പിടിക്കണം. അവിടെ ഉണ്ടായിരുന്ന തീർത്തും വ്യത്യസ്തരായിട്ടുള്ള രാജാക്കന്മാർ എല്ലാവരും ഒന്നു ചേർന്ന് അവരുടെ വലിയ സൈന്യവുമായി നേരെ ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ഈ രാജാക്കന്മാർക്കെല്ലാം ഒരു അഹന്തയുണ്ട്. താനാണ് ഏറ്റവും കേമൻ. താൻ പറയുന്ന കാര്യങ്ങൾ വേണം അതേപടി നടപ്പിലാക്കാൻ. ഇങ്ങനെ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു സൈന്യത്തിൽ ഒന്നിലധികം രാജാക്കന്മാർ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ യുദ്ധം അവർ പരാജയപ്പെടും. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ഓരോ രാജാക്കന്മാർക്കും ഓരോരോ തന്ത്രങ്ങളാണ്. അവർ തമ്മിൽ പരസ്പരം വഴക്കായി, വാക്കുതർക്കങ്ങളായി. ഈ വാക്കുതർക്കങ്ങൾക്കിടയിൽ അവരുടെ പ്ലാനുകളൊക്കെ പാളിപ്പോകുന്നുണ്ട്. വളരെയധികം ദൈർഘ്യമേറിയ യാത്രയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും ജലവും ഒക്കെ കൊണ്ടുപോകണം. അവർ കൊണ്ടുപോയ ഭക്ഷണവും ജലവും ഒന്നും അവർക്ക് തികഞ്ഞില്ല. പട്ടിണിയായി. അവർക്കിടയിൽ തന്നെ പല പല കലഹങ്ങളുണ്ടായി. ഇങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്ലാനും ഇല്ലാതെയാണ് അന്ന് ആ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിംസിന് കാര്യമായിട്ട് വിയർപ്പൊഴുക്കാതെ ഇവരെ പരാജയപ്പെടുത്താൻ സാധിച്ചു. ശരിക്കും ചരിത്രകാരന്മാർ പറയുന്നത് ഒരു നാണവുമില്ലാതെ ക്രിസ്ത്യാനികൾ അന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയെന്നാണ്. അത് ശരിക്കും ക്രിസ്ത്യൻസിന് വലിയ നാണക്കേടായി മാറി. അതേസമയം മുസ്ലിംസിന് ഒരു മൊറൽ ബൂസ്റ്റുമായി. കാരണം കുറേയധികം നാളായിട്ട് അവർ കരുതിയിരുന്നത് ഈ ക്രിസ്ത്യാനികളെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല, തങ്ങളെക്കാൾ വളരെ ശക്തരാണ്, അവർക്ക് വളരെ ഈസി ആയിട്ട് തോൽപ്പിക്കാം. അതുകൊണ്ടാണ് അന്ന് ആ 4 ക്യാസിലും ആക്രമിക്കാതെ ഒരു ക്യാസിൽ മാത്രം ആക്രമിച്ചത്. കാരണം ഇവരുടെ ഉള്ളിൽ ഒരല്പം ഭയമുണ്ട്. കാരണം ഇവരുടെ പൂർവികർക്ക് വളരെ വലിയൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത്. അനവധി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഇപ്പോൾ ഭയമെല്ലാം ക്രിസ്ത്യാനികൾക്കാണ്. മുസ്ലിംസ് കുറച്ചുകൂടെ ശക്തരായി. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സൈനികരുടെ എണ്ണമൊന്നുമല്ല, നമ്മുടെ ആത്മവിശ്വാസമാണ്. ഇപ്പോൾ മുസ്ലിംസിൻ്റെ ആത്മവിശ്വാസം അത് ഒരു കൊടുമുടിയുടെ അത്രയുമുണ്ട്. ഇനിയാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള യുദ്ധം, മൂന്നാമത്തെ ക്രൂസേഡ്. 1189-നും 1192-നും ഇടയിലാണ് ഈ ക്രൂസേഡ് നടക്കുന്നത്. ഇതിന് ഏറ്റവും പ്രാധാന്യം കിട്ടാൻ ഒരു കാരണമുണ്ട്. 2 പക്ഷത്തുമുള്ള നേതാക്കൾ അതിശക്തരാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള വാർ കമാൻഡേഴ്സാണ് അവർ 2 പേരും. ക്രിസ്ത്യാനികളുടെ ഭാഗത്തുള്ളത് രാജാവാണ് റിച്ചാർഡ് ദ ലയൺ ഹാർട്ട്. വളരെ ദേഷ്യക്കാരനാണ്, ഒരുപാട് തന്ത്രങ്ങളുമുണ്ട്, ധീരനുമാണ്. അതേസമയം മുസ്ലിംസിൻ്റെ ഭാഗത്തുള്ളത് സുൽത്താൻ സലാദീൻ. സുൽത്താൻ സലാദീൻ റിച്ചാർഡ് ദ ലയൺ ഹാർട്ടിനെ പോലെ തന്നെ ശക്തനാണ്, ധീരനാണ്, പ്രശസ്തനുമാണ്. ഇവിടുത്തെ ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഭവം, ഇവർ 2 പേരും പരസ്പരം മാനിക്കുന്നവരാണ്, റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. റിച്ചാർഡ് ലയൺ ഹാർട്ടിനറിയാം സലാദീൻ കേമനാണെന്ന്. ആ കേമത്വത്തോട്, ആ ധീരതയോട് ശരിക്കും റിച്ചാർഡിന് ബഹുമാനമുണ്ട്. നേരെ തിരിച്ച് സലാദിനും റിച്ചാർഡ് ദ ലയൺ ഹാർട്ടിനോട് വലിയ സ്നേഹമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അദ്ദേഹം ധീരനാണ്. അങ്ങനെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന ധീരന്മാരായിട്ടുള്ള 2 പോരാളികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു മൂന്നാമത്തെ ക്രൂസേഡ്. യുദ്ധം ആരംഭിച്ച് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. കാര്യമായിട്ട് ആർക്കും ഒരു മുന്നേറ്റമില്ല. 2 കൂട്ടരും ഒരേപോലെ തന്നെ പോരാടുന്നു. ഒരുപാട് പേർ മരിക്കുന്നുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 50 വർഷം കഴിഞ്ഞാലും ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാവരും ഒപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന ആ 2 കമാൻഡേഴ്സ്, ആ 2 രാജാക്കന്മാർ, അവർ ഒരു സമാധാന ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. ആ പ്രദേശം നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്നത് സുൽത്താൻ സലാദീനാണ്. സലാദീൻ അത് തുടർന്നും ഭരിക്കാം. പക്ഷേ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഈ പ്രദേശത്ത് കടക്കാൻ സാധിക്കണം. അവർ ആയുധങ്ങളുമായിട്ടല്ല വരുന്നത്,
ആയുധവുമായിട്ടാണ് വരുന്നതെങ്കിൽ സലാദിന് ആക്രമിക്കാം. എന്നാൽ ആയുധമൊന്നുമില്ലാതെയാണ് ജെറുസലേമിലേക്ക് വരുന്നതെങ്കിൽ അവരെ തടയാൻ പാടില്ല. അവർക്ക് അവരുടെ പുണ്യസ്ഥലം സന്ദർശിക്കാൻ അനുവദിക്കണം. അവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. സലാദിന് സമ്മതമാണ്, റിച്ചാർഡ് ദ ലയൺ ഹേർട്ടിന് സമ്മതമാണ്. അങ്ങനെ വളരെ സമാധാനപരമായിട്ട് മൂന്നാമത്തെ ക്രൂസേഡ് അവസാനിച്ചു. ഇതോടുകൂടി ക്രൂസേഡ് പൂർണ്ണമായിട്ടും ഇല്ലാതെയായി, എല്ലാവരും ഹാപ്പിയായി എന്നൊന്നും ചിന്തിക്കരുത്. കാരണം ഇത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല എല്ലാ ക്രിസ്ത്യാനികളും, ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല എല്ലാ മുസ്ലിംസും. നല്ല ആളുകളുണ്ട്, മോശം ആളുകളുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. മറ്റൊരു കൂട്ടം ആളുകൾ ഈ പ്രദേശം കൈയടക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് പിന്നീടുള്ള ക്രൂസേഡ് ആരംഭിക്കുന്നത്. 1202 നാലാമത്തെ ക്രൂസേഡ് ആരംഭിക്കുന്നത്. അത് 1204 വരെ നീണ്ടു നിന്നു. ഇത് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ്. മറ്റൊരു ഗ്രൂപ്പ് ക്രൂസേഡേഴ്സാണ്. ഇവർക്ക് ആക്രമിക്കണം, ജെറുസലേം പിടിച്ചടക്കണം. അതിന് ഇവർക്ക് അനേകം കപ്പലുകൾ ആവശ്യമുണ്ട്. കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. ഇവരുടെ കയ്യിലുള്ള പണമൊക്കെ തീർന്നു. ഇനി പണമില്ലാതെ പണി മുന്നോട്ട് പോകില്ല. എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ കഴിയുന്നത്? ആ കാലഘട്ടത്തിൽ സാധാരണ ഇതുപോലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പണമുള്ള ഒരു സിറ്റി അങ്ങ് ആക്രമിക്കും, അത് കീഴടക്കും, അവിടുത്തെ ട്രഷറി കയ്യേറും, ആ പണമെല്ലാം സ്വന്തമാക്കിയിട്ട് കൂടുതൽ കപ്പലുകൾ പണിയാം. ഈ പ്രദേശത്ത് ഏതാണ് ഏറ്റവും പണമുള്ള, ട്രഷറിയിൽ ഏറ്റവും കൂടുതൽ രത്നങ്ങളും സ്വർണവുമൊക്കെ ഉള്ള പട്ടണം? അത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വാളെടുത്തവൻ വാളാൽ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അത് ബൈസേന്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാണ്, വളരെ റിച്ചാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഈ ബൈസന്റൈനിൽ മുസ്ലിംസ് ആക്രമിക്കുമെന്ന് പേടിച്ചിട്ടാണ് അന്ന് പോപ്പ് അർബൻ രണ്ടാമന് ഒരു കത്തയക്കുന്നത്. അതിനെ തുടർന്നാണ് പോപ്പ് അർബൻ രണ്ടാമൻ ക്രൂസേഡ് ആരംഭിക്കുന്നത്, കുരിശുയുദ്ധം ആരംഭിക്കുന്നത്. അതേ കുരിശുയുദ്ധം തന്നെ, അതേ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലുള്ളത് മുസ്ലിംസ് അല്ല, അവിടെ ഉള്ളത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. ക്രിസ്ത്യാനികൾ ആക്രമിക്കാൻ പോകുന്നു. അതിൻ്റെ തുടക്കക്കാർ അത് ഇതേ പ്രദേശത്തുള്ള ഇവരുടെ പൂർവികരായിരുന്നു. അന്നത്തെ യുദ്ധത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ ക്രൂസേഡേഴ്സ് നിലംപരിശാക്കി. അവിടെയുള്ള ട്രഷറി ഇവർ കയ്യേറി, അവരുടെ സ്വത്തുക്കളൊക്കെ ഇവർ കവർന്നെടുത്തു എന്ന് മാത്രമല്ല, ആ സിറ്റിയുടെ കുറേയധികം ഭാഗങ്ങൾ ഇവർ ഭാഗികമായിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രദേശം പിടിച്ചടക്കി കഴിഞ്ഞിട്ട് ഇനി ജെറുസലേം ആക്രമിക്കണമെന്നാണല്ലോ അവരുടെ പ്ലാൻ. പക്ഷേ അവർ ആ പ്ലാൻ അങ്ങ് മാറ്റി. ഈ ജെറുസലേമിൽ എന്തിരിക്കുന്നു? അത് ഒരു ഹോളി ലാൻഡൊക്കെയാണ്, പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ? കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉള്ളതുപോലുള്ള പണം അവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ജെറുസലേമിലെ ആക്രമിക്കേണ്ട ആവശ്യം എന്താണ്? ഇവിടുന്ന് യാത്ര ചെയ്ത് വീണ്ടും ഒരു യുദ്ധം തുടങ്ങണ്ടേ? അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ തന്നെ ഒരു സാമ്രാജ്യം തുടങ്ങി ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കാമെന്ന് ആ ക്രൂസേഡേഴ്സ് ചിന്തിച്ചു. അങ്ങനെയാണ് ലാറ്റിൻ കിങ്ഡം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആരംഭിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന മറ്റൊരു പ്രദേശമാണ്. കുരിശുയുദ്ധങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇതിന് ശേഷം 5 അതിലധികമോ കുരിശുയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വലിയ വലിയ പരാജയങ്ങളായിരുന്നു. എന്നാൽ ഇതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ക്രൂസേഡ് അത് 1212 നടന്നതാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിരുന്നത് കൊച്ചു കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസ് ക്രൂസേഡ് എന്നാണ് ഈ കുരിശുയുദ്ധം അറിയപ്പെടുന്നത്. ഇവിടെ ശരിക്കും രക്തമൊന്നും ചൊരിയുന്നില്ല. ഒരു കൂട്ടം ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടായിരിക്കില്ല, ഞങ്ങൾ ആരെയും കൊല്ലാനല്ല പോകുന്നത്, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കാരണം ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജെറുസലേമിലെത്താൻ പറ്റും, ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റും, അടുത്ത തലമുറകളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ വളരെ ഇന്നസെൻ്റാണ്, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഇന്നസെൻ്റായിട്ടുള്ള ആളുകളോടാണ് ദൈവത്തിന് താല്പര്യം, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ആ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുണ്ടായിരുന്നു, ടീനേജേഴ്സ് ഉണ്ടായിരുന്നു, സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിരുന്നു അവർ യാത്ര ചെയ്തു. ഓരോ ദിവസവും പിന്നിടും തോറും അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം ഇല്ലാതെയായി. ഓരോ ദിവസവും കഴിയും തോറും അവർ കൂടുതൽ ക്ഷീണിച്ചു തുടങ്ങി. അവരുടെ കയ്യിലുള്ള ഭക്ഷണം തീർന്നു, ജലം തീർന്നു, ഓരോരുത്തരായി മരിച്ചു വീഴുകയാണ്. എല്ലാവരും പൂർണ്ണമായിട്ട് മരിച്ചില്ലാതെയാകുന്നില്ല.
കുറേ പേരെയൊക്കെ വ്യവസായികൾ തട്ടിയെടുത്തു. പല കാര്യങ്ങളും പറഞ്ഞ് ഇവരെ കബളിപ്പിച്ച് അടിമകളാക്കി ഇവരെ വിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ വിറ്റ പല അടിമകളും ഒടുവിൽ ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ എത്തി. പക്ഷേ സാധാരണ മനുഷ്യരായിട്ടല്ല, അവിടെയുള്ള ആളുകളുടെ അടിമകളായിട്ട്. അവർ കുറച്ചുകൂടെ ഭാഗ്യമുള്ള ആളുകളാണെന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് ജെറുസലേമിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ എത്താനെങ്കിലും പറ്റിയല്ലോ, ഒരു അടിമയായിട്ടെങ്കിലും. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജെറുസലേമിൻ്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റിയില്ല. അടിമകളായിട്ട് മറ്റു പല പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ ആ പോകുന്ന വഴിയിൽ തന്നെ മരിച്ചു വീണു. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ജെറുസലേമിൽ ഒരു ക്രിസ്ത്യാനികൾ പോലും ഇല്ലെന്നല്ല, ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് ക്രിസ്ത്യാനികളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അവരെ തുരത്താനായി മുസ്ലിംസ് ശ്രമിക്കുന്നുമുണ്ട്. കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കാനും ജെറുസലേമിനെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാനുമൊക്കെയാണ് പിന്നീടുള്ള ക്രൂസേഡുകൾ നടക്കുന്നത്. പല വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ജെറുസലേമിനെ നേരിട്ട് പിടിച്ചടക്കാതെ അതിൻ്റെ അടുത്തുള്ള പല പ്രദേശങ്ങൾ, ഈജിപ്റ്റ്, നോർത്ത് ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ആദ്യം കീഴടക്കിയിട്ട് പിന്നെ ജെറുസലേമിനെ മൊത്തത്തിലങ്ങ് വിഴുങ്ങാമെന്ന് ചിന്തിച്ച ബിരുദന്മാരുമുണ്ട്. പക്ഷേ അവിടെയൊക്കെ പരാജയമായിരുന്നു. ഇവർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇവർക്ക് 2 സ്റ്റെപ്പ് പിന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ പിന്നീട് നടന്ന പല യുദ്ധങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ യുദ്ധങ്ങളും ക്രൂസേഡേഴ്സിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് തിരിച്ചടി തന്നെയായിരുന്നു. 1291 ആയപ്പോൾ ക്രിസ്ത്യാനികൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ജെറുസലേമിൽ ഇല്ലാതെയായി. അവർക്ക് ഒരു ചെറിയ ഭൂഭാഗമുണ്ട്. ഏക്ര എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ഏക്രയ്ക്ക് ചുറ്റും മുസ്ലിംസാണ്. ആ മുസ്ലിംസ് എല്ലാം ഒന്നു ചേർന്നു. അവരെല്ലാം ഒന്നിച്ച് ആ ഏക്രയിലുണ്ടായിരുന്ന പ്രദേശത്തെ ക്രിസ്ത്യൻസിനെ വേട്ടയാടി. അവരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ജെറുസലേം പ്രദേശത്തുണ്ടായിരുന്ന അവസാനത്തെ ക്രിസ്ത്യാനികളുടെ വില്ലേജും നശിപ്പിച്ച് ആ പ്രദേശവും മുസ്ലിംസ് കീഴടക്കി. അതോടുകൂടി കുരിശുയുദ്ധം ഇല്ലാതെയായി. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. കുട്ടികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മരിച്ചു, അഹങ്കാരികളായിട്ടുള്ള രാജാക്കന്മാർ മരിച്ചുപോയി. ഇതോടുകൂടി യുദ്ധം അവസാനിച്ചെങ്കിലും അത് ശരിക്കും ഒരു വലിയ മുറിവാണ് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഇടയിലുണ്ടാക്കിയത്. അവർ രണ്ടുപേരും പരസ്പരം ശത്രുക്കളെപ്പോലെ തന്നെ പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിച്ചുകൂട്ടി. നൂറ്റാണ്ടുകളോളം അങ്ങനെ കടന്നുപോയി. അതിനുശേഷം മാത്രമാണ് ആ മുറിവ് ഉണങ്ങിയത്. ഈ യുദ്ധത്തിൽ ഒരുപാട് പേർ മരിച്ചു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂറോപ്യൻസിൽ നടന്നിട്ടുണ്ട്. കാരണം യൂറോപ്പിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും യൂറോപ്പിനപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അവർ അവരുടെ ഇട്ടാവട്ടത്തിൽ നിന്നുള്ള കളികൾ മാത്രമായിരുന്നു. എന്നാൽ വലിയൊരു ശതമാനം ആളുകൾ അവിടെ നിന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള പ്രദേശങ്ങൾ കണ്ടപ്പോൾ, അവിടെയുള്ള ആളുകളുടെ ജീവിതങ്ങൾ കണ്ടപ്പോൾ, അവിടെ നടത്താൻ സാധിക്കുന്ന വ്യാവസായിക ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് യൂറോപ്പിൽ ഉണ്ടാക്കിയത്. യുദ്ധം കഴിഞ്ഞ് കുറേയധികം പേർ തിരിഞ്ഞോടിയും അല്ലാതെ യുദ്ധം വിജയിച്ചുമൊക്കെ മടങ്ങി യൂറോപ്പിൽ പോയി. പക്ഷേ മടങ്ങി യൂറോപ്പിൽ പോയവർ മുമ്പ് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട ആളുകളായിരുന്നില്ല. ഇവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അവർക്ക് ലോകപരിചയമുണ്ടായി. ലോകത്തിൻ്റെ പല കോണുകളിൽ ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സിൽക്ക് തുണികളെക്കുറിച്ച് അവർ മനസ്സിലാക്കി. ഈന്തപ്പഴത്തിൻ്റെ രുചി അവരറിഞ്ഞു. ലോകത്തിൻ്റെ ഓരോ കോണിലും നടക്കുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി. പല പല ഐഡിയകൾ അവർക്ക് കിട്ടി. ആ ഐഡിയകളിലൂടെ അവരും അവരുടെ അടുത്ത തലമുറകളും പുതിയ പുതിയ വ്യാവസായിക ശാലകൾ ആരംഭിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ആദ്യകാല കോട്ടേജ് ഇൻഡസ്ട്രികളുണ്ടായി. ആ ഇൻഡസ്ട്രികളിലൂടെ അവർക്ക് ഒരുപാട് പണമുണ്ടാക്കാൻ സാധിച്ചു. അവർക്ക് മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇപ്പോൾ ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ അവർക്ക് വിറ്റഴിക്കാൻ സാധിച്ചു. അത് യൂറോപ്പിൻ്റെ പിന്നീട് വരാൻ പോകുന്ന തലമുറകളെപ്പോലും സ്വാധീനിച്ചു. യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങളും ധനികരാണ്. എല്ലാ രാജ്യവും ധനികരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒട്ടുമിക്ക രാജ്യങ്ങളും ധനികരാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഫാക്ടറാണ് ക്രൂസേഡിലൂടെ, കുരിശ് യുദ്ധത്തിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ച അറിവ്. ഒരു കാര്യത്തിന് മോശം വശം മാത്രമല്ല, ഒന്ന് ചികഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നല്ല വശവും കാണാം. നമ്മളെല്ലാം വെറുക്കുന്ന യുദ്ധത്തിന് പോലും ചില നല്ല വശങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം യുദ്ധം അനിവാര്യമാണെന്നല്ല. യുദ്ധം ഒട്ടും തന്നെ അനിവാര്യമല്ല. പക്ഷേ യുദ്ധത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല.
യുദ്ധം ശരിക്കും മനുഷ്യരുടെ രക്തത്തിൽ തന്നെയുണ്ട്. യുദ്ധമൊന്നുമില്ലെങ്കിൽ പിന്നെ മനുഷ്യനായിരിക്കില്ല. മനുഷ്യനെ മനുഷ്യനാക്കിയതിൽ എക്സ്പ്ലോറേഷനും യുദ്ധങ്ങൾക്കും വലിയ പങ്കുണ്ട്. മനുഷ്യൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ യുദ്ധമുണ്ടായിരിക്കും. ഒരുപക്ഷെ മനുഷ്യനെ ഇല്ലാതെയാക്കാൻ പോകുന്നതും ഇതേ യുദ്ധം തന്നെയായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.